അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീടുകൾ കേവലം താമസിക്കുവാനുള്ള ഇടങ്ങളും ഭൗതികമായ വിശ്രമത്തിൻ്റെ കേന്ദ്രങ്ങളും എന്നതിലപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും കാരുണ്യവുമെല്ലാം പെയ്തിറങ്ങുന്ന ഒരു ആത്മീയതയുടെ താവളമായി കൊണ്ടുകൂടി മാറേണ്ടതുണ്ട്. വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും മലക്കുകളുടെ സാന്നിധ്യവും നിരന്തരമായി ഉണ്ടാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെയുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളും തഹജ്ജുദ് നമസ്കാരം, രാത്രി നമസ്കാരമൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളത്. ഭൗതികമായ അലങ്കാരങ്ങളെക്കാൾ ഒരു വീടിന് വെളിച്ചവും ജീവനും നൽകുന്നത് ആ വീട്ടിനുള്ളിൽ വെച്ച് അള്ളാഹുവിലേക്ക് നീളുന്ന കൈകളും അവനിലേക്ക് ഉയർത്തുന്ന കൈകളും അവൻ്റെ മുമ്പിൽ അർപ്പിക്കുന്ന സുജൂദുകളുമാണ്. പള്ളിയിൽ വെച്ചുള്ള ജമാഅത്ത് നമസ്കാരം വഴി ഫർള് നമസ്കാരങ്ങൾ പൂർത്തിയാക്കപ്പെടുമ്പോൾ വീടുകളിലേക്ക് മടങ്ങിയെത്തിയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വഴി നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും അന്തരീക്ഷവും ആത്മീയമായി കൊണ്ട് വിമലീകരിക്കപ്പെടുന്നതിൽ അതിന് വലിയ സ്വാധീനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണ നിലനിൽക്കുന്ന വീടുകളിൽ നിന്ന് പിശാചിൻ്റെ ദുർബോധനങ്ങളും അസ്വസ്ഥതകളുമൊക്കെ വിട്ടുമാറുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളൊരു പ്രത്യേകമായ സക്കീനത്തൊരു സമാധാനം, അതേപോലെ തന്നെ അളവറ്റ ബർക്കത്തുകളും നന്മകളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വീടുകൾക്ക് നൽകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. പ്രവാചക ചര്യയെ മുൻനിർത്തി സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന ശീലം വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ വീടുകളെ നമുക്ക് ആത്മീയത പ്രകാശിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്ര ഹദീസുകളാണ് ഈ വിഷയത്തിലുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറ. നിങ്ങൾ നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിന്നുള്ള ഒരു വിഹിതം വീടുകളിൽ വെച്ച് അത് നിർവഹിക്കുക. നിങ്ങളുടെ വീടുകളെ നിങ്ങളുടെ ഖബറുകളാക്കരുത് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈത്തിഹി ഇല്ലൽ മക്തൂബ. നിർബന്ധ നമസ്കാരമല്ലാതെ ഒരാൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വീട്ടിൽ വെച്ചുള്ള നമസ്കാരമാണ് എന്നാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഫർള് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫൽയജ്അൽ ലിബൈത്തിഹി നസീബൻ മിൻ സ്വലാത്തിഹി. നിങ്ങൾ വീട്ടിലേക്ക് അതിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുക. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈത്തിഹി മിൻ സ്വലാത്തിഹി ഖൈറ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിൽ ഖൈറും ബർക്കത്തും നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രംഗത്തുള്ള ചര്യ എന്താണ് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ ബൈത്തി ഖബ്ല ളുഹ്രി അർബഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കും. തുമ്മ യഖ്റുജു ഫയുസല്ലി ബിന്നാസ്. പിന്നെ പള്ളിയിലേക്ക് പോയി ഫർള് നമസ്കാരം ളുഹർ നമസ്കരിക്കുന്നു. തുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈനി. വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. വകാന യുസല്ലി ബിന്നാസ് അൽ മഅരിബ്. പ്രവാചകൻ പള്ളിയിൽ വെച്ച് മഅരിബ് നമസ്കരിക്കുന്നു. തുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈനി. പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. വയുസല്ലി ബിന്നാസിൽ ഇശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കരിക്കുന്നു ജനങ്ങളുമായി പള്ളിയിൽ വെച്ച്. വയദ്ഖുലു ബൈത്തി ഫയുസല്ലി റക്അത്തൈൻ. പിന്നെ വീട്ടിൽ വെച്ചാണ് ഇശായുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. എത്ര മഹിതമായിട്ടുള്ള മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ഇത് ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഇഖ്ലാസ് വർദ്ധിക്കും. അതേപോലെ തന്നെ വീടുകളിൽ നിന്ന് ശൈത്വാൻ്റെ എല്ലാവിധ തിന്മകളെയും നമുക്ക് അകറ്റിക്കളയാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് മാതൃകാപരമായൊരു മാതൃകയാണത്. നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് കാണുമ്പോൾ ആത്മീയതയോടും നമസ്കാരത്തോടും ഒക്കെയുള്ള അവരുടെ താല്പര്യം വർദ്ധിക്കാൻ അത് കാരണമാകും. നമ്മുടെ വീട്ടിൽ ഖൈറും ബർക്കത്തും ലഭിക്കും. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ഈ അറിവുകൾ നമ്മളെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
Peace Radio. Tune to reality.